SAC കൊമേഴ്സിൽ ഫോക്കസ് ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാളത്തെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. സോ ഇതിൽ ഷോർട്ട് നോട്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് അറിയുന്നതിലൂടെ വായിക്കുന്നതിലൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമുക്ക് കവർ ചെയ്യാൻ കഴിയും. ഇതിൽ 16 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാറ്. അതിൽ 16 അവർ ഒരു ചാപ്റ്റർ മിസ്സായി പോയിട്ടുണ്ട്. സോ ആകെ 14 ചാപ്റ്റേഴ്സ് ആണുള്ളത്. പിന്നെ ഒരു ചാപ്റ്റർ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് കേരള, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കുറവാണ്. സിലബസിലുണ്ട്, കാരണം കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. സോ മാറിക്കൊടുത്തതോ അങ്ങനെ എന്തായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതിലെ ലിസണിങ്, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലിസണിങ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ നമുക്ക് ലിസണിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കറിയാം ലിസണിങ് സ്കിൽസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ പറയുന്നത് കേൾക്കുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ നമുക്ക് നല്ല അറിവ് കിട്ടുന്നു, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കാൻ പറ്റുന്നു, ഐഡിയാസ് ഫോം ചെയ്യാൻ പറ്റുന്നു, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് മെച്ചങ്ങളുണ്ട് മറ്റുള്ള ആൾ ലിസൺ ചെയ്യുന്നതിലൂടെ. പക്ഷെ നമ്മള് പിന്നെ അവര് പറയുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, സ്പീക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ടെൻഡൻസി മാറ്റണം. അത് ട്രസ്റ്റിനെ ബാധിക്കും, അതുപോലെ തന്നെ ലീഡർഷിപ്പിനെ ബാധിക്കും എന്നുള്ളതാണ്. സോ ഒരു നല്ല ലീഡർ എല്ലാ ആളുകളെയും ശ്രവിക്കും എന്നുള്ളത്, എല്ലാവരും കേൾക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിലുള്ള 10 ways to improve listening skills ആണ് ഉള്ളത്. മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. ആരാണോ പറയുന്നത് അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് നമ്മൾ കീപ്പ് ചെയ്യാം. വിഷ്വലൈസ് വാട്ട് ദി സ്പീക്കർ സേസ്. സ്പീക്കർ പറയുമ്പോൾ അതിങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യണം, എന്താണ് അവർ പറയുന്നത്. മറ്റുള്ള ടോപ്പിക്കുകളിലേക്ക് നമ്മൾ പോകരുത്. ഒരാളൊരു കാര്യം പറയുമ്പോൾ അവരെ ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. ലിമിറ്റ് ജഡ്ജ്മെന്റ്സ്. ഒരാളെ കുറിച്ച് നമുക്കൊരു മുൻധാരണ ഉണ്ടെങ്കിൽ, പ്രജുഡൈസ് ഉണ്ടെങ്കിൽ, മറ്റുള്ള ആളുകൾ പറഞ്ഞു കേട്ട മുൻധാരണ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, പക്ഷേ ജഡ്ജ്മെന്റോട് കൂടി അത് കേൾക്കാതിരിക്കുക എന്നുള്ളത്. പിന്നെ ഡോണ്ട് ഇന്ററപ്റ്റ്, ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. വെയിറ്റ് ഫോർ എ പോസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്ത് ചെയ്യാം, പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിർത്താം. അതായത് നമുക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ജസ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ ആംഗ്യഭാഷ കൊണ്ട് എന്ത് ചെയ്യാം, ഒരു മിനിറ്റ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആസ്ക് ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നല്ല രീതിയിൽ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുക. എംപതൈസ് വിത്ത് ദ സ്പീക്കർ. ഓക്കെ, സ്പീക്കറുടെ ഫീലിംഗ് മനസ്സിലാക്കുക. പേ അറ്റൻഷൻ ടു നോൺ വെർബൽ ക്യൂസ്. ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരങ്ങളെക്കാൾ അവരുടെ ഒരു ശരീരഭാഷ, ഓക്കെ, ഒരു പിന്നെ ബോഡി ലാംഗ്വേജ്, അത് ശ്രദ്ധിക്കുക. പ്രൊവൈഡ് ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. പ്രാക്ടീസ് ലിസണിങ് റെഗുലർലി. അപ്പോൾ നമ്മൾ നല്ലൊരു ലിസണർ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നത്. ഇനി ഇതിലെ ഷോർട്ട് ആൻസർ ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എ ഫ്യൂ ബിസിനസ് റോൾസ് വേർ ലിസണിങ് ഇസ് എ കീ സ്കിൽ. ഇപ്പോൾ ബിസിനസ്സിൽ വരുന്ന ലിസണിങ് സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില ഏരിയാസ് സെയിൽസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോച്ചിങ്, ഓക്കെ, എന്ത് കോച്ചിങ് ആണെങ്കിലും, ബിസിനസ് കോച്ചിങ് ആണെങ്കിലും, ഓക്കെ, മറ്റുള്ള എല്ലാ രീതിയിലും ഇമ്പോർട്ടൻ്റ് ആണ് ലിസണിങ് സ്കില്ല്. ആൻഡ് മാനേജിങ് നീഡ് ഗുഡ് ലിസണിങ്. ഇന്റർവ്യൂയിങ് ആൻഡ് നെഗോഷിയേഷൻ. ഇപ്പോൾ ഇവിടെ 5 ഏരിയാസ് പറഞ്ഞു. 2 സെന്റൻസുകൾ ഇതാണുള്ള ക്വസ്റ്റ്യൻ ആണ്, 2ഓ 3ഓ. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് സെയിൽസ് എഴുതാം, കോച്ചിങ് എഴുതാം, മാനേജിങ് എഴുതാം, അതുപോലെ തന്നെ നെഗോഷിയേഷൻ എഴുതാം, ലിസണിങ് എഴുതാം. പിന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് സ്കിൽ ഇൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പൊ എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആളുകൾ, മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ബന്ധം. ഇന്റർപേഴ്സണൽ, ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിൽ നടക്കുന്ന റിലേഷൻഷിപ്പ്, നമ്മളോട് തന്നെ, പ്രെയർ, മെഡിറ്റേഷൻ. ഇന്റർപേഴ്സണൽ പറഞ്ഞാൽ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ നമ്മൾ മറ്റുള്ള ആളുകളോട് ഇടപഴകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചത്. ലിസണിങ് ഷോസ് യു കെയർ ആൻഡ് സ്റ്റോപ്പ് ഫൈറ്റ്സ്. ഓക്കെ, അപ്പം നമ്മളൊരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ മറ്റുള്ള ആളെന്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്റെ എതിർകക്ഷി എന്ത് സംസാരിക്കുന്നു എന്ന് നോക്കാൻ ചിലപ്പോൾ എനിക്ക് ആ ഒരു മനസ്സുണ്ടായിക്കൊള്ളുന്നത്. പക്ഷെ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഫൈറ്റുകളൊക്കെ കുറയും. മറ്റുള്ള വ്യക്തി എന്താണോ പറയുന്നത് അതിൽ ന്യായമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ബിൽഡ്സ് ട്രസ്റ്റ് ആൻഡ് സ്ട്രോങ്ങർ ബോൺസ്, നല്ല ബന്ധം ഉണ്ടാക്കുന്നു. ഐഡന്റിഫൈ ദ റീസൺസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ റീസൺ എ സ്പീക്കർ മൈറ്റ് അവോയ്ഡ് ഐ കോണ്ടാക്ട്. ചില ആളുകൾക്ക് ഐ കോണ്ടാക്ട്, മറ്റുള്ള ആളുകളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാനുള്ള ഒരു ഭയം ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്നാണ്. സോ അതിന്റെ റീസൺ ദേ മേ ബി ഷൈ ഓർ നെർവസ്. ചിലപ്പോൾ എന്തായിരിക്കും, ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഷൈ ആയിരിക്കാം. their culture might avoid direct eye contact. അതും അല്ലെങ്കിൽ വേറെ അവരുടെ കൾച്ചറിൽ എന്തുണ്ടാവും, ഈ ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ട് സംസാരിക്കുന്നതിന് ബാനോ അങ്ങനെ എന്തെങ്കിലും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിഷ്വലൈസേഷൻ ബൈ ലിസണിങ്. ലിസണിങ്ങിന്റെ ഇടയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മറ്റുള്ള ആളുടെ ശ്രവിക്കണം എന്നുള്ള ഇത് പറയാനുള്ള റീസൺ. വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ. വിഷ്വലൈസേഷൻ ഹെൽപ്സ് യു റിമെമ്പർ വാട്ട് ഈസ് സെഡ്. അയാൾ പറയുന്നത് കൃത്യമായിട്ട് കേട്ടാൽ അയാൾ എന്താണ് പറയുന്നത്, ഇപ്പൊ ആ ഒരു ഇമേജസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ വിസിറ്റ് ചെയ്ത സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. മൈൻഡ് മാപ്പ് എന്ന് പറയും. ഇറ്റ് ഓൾസോ സ്റ്റോപ്സ് യു ഫ്രം പ്ലാനിങ് യുവർ റിപ്ലൈ ടു ഏർലി. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു ക്രേസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾ സംസാരിക്കുമ്പോൾ ഏർലി ആയിട്ട് റിപ്ലൈ പറയാനുള്ള ഒരു ത്വര ഉണ്ടാവും, ക്രേസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ആ ഒരു ക്രേസ് ഒഴിവാക്കാൻ നമുക്ക് മറ്റുള്ള ആള് പറയുന്നതിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി വിഷ്വലൈസേഷൻ ഉണ്ടെങ്കിൽ, ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആസ്കിങ് ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ക്ലാരിഫിക്കേഷൻ, നമുക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ചോദിക്കുന്നതിന്റെ പ്രസക്തി. ഇപ്പൊ എന്തെങ്കിലും ടോപ്പിക്കുകളെ കുറിച്ച് മറ്റുള്ള ആള് അതർ പേഴ്സൺ സംസാരിക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അയാൾ എന്താവും, ദേ ഷോ യു ആർ പേയിങ് അറ്റൻഷൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ വാക്കുകൾ മുഖവിലൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. ദേ ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് വിതൗട്ട് ഇന്ററപ്റ്റിങ്. ഓക്കെ, അവരെന്ത് ചെയ്യൂല, അവർക്ക് നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തോട് അവർക്കൊരു കണ്ടംപ്റ്റ് തോന്നൂല. അവർ ഇന്ററപ്റ്റ് ചെയ്യാതെ തന്നെ നമ്മളെ കേട്ടിരിക്കും എന്നുള്ളത്. സോ നമുക്കും അതർ പേഴ്സണും ആ ഒരു കോൺവെർസേഷനിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം വരുന്നു. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് വാട്ട് ഇറ്റ് മീൻസ് ടു ലിസൺ വിത്ത് എംപതി. ഓക്കെ, സിമ്പതി എംപതി നമുക്കറിയാം. സിമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ള സഹതാപം, മറ്റേത് സഹാനുഭൂതിയാണ്. എംപതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ള ആൾ, ഇപ്പൊ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയാൽ ആ ഒരു ആക്സിഡന്റ് പറ്റിയ ആളിനെ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അവരുടെ ഫീലിംഗ് മനസ്സിലാക്കുക. സിമ്പതി എന്ന് പറഞ്ഞാൽ പാവം തോന്നുക. ഓക്കെ, അതൊരു ഫീലിംഗ് മാത്രമാണ്, മറ്റേത് ആക്ഷനാണ്. എംപതി മീൻസ് മാച്ചിങ് ദ സ്പീക്കേഴ്സ് ഫീലിംഗ്. ഇറ്റ് ഷോസ് യു ട്രൂലി കെയർ. ഓക്കെ, അവിടെയാണ് യഥാർത്ഥ കെയറിങ് നടക്കുന്നത്, എംപതിയിലാണ്. സിമ്പതിയിൽ ഫീലിംഗ് മാത്രം. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. സെവൻത് ക്വസ്റ്റ്യൻ, ഗിവ് എക്സാമ്പിൾസ് ഓഫ് നോൺ വെർബൽ ക്യൂസ് ദാറ്റ് വൺ ക്യാൻ പേ അറ്റൻഷൻ ടു വൈൽ ലിസണിങ്. നോൺ വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ, വെർബൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് വാക്കാലുള്ളതാണ്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ വാക്കുകളിലല്ലാത്ത ചില ജസ്റ്റേഴ്സ്. ഓക്കെ, ഐ കോണ്ടാക്ട് നമ്മൾ പിന്നെ വാക്കുകൾ ഉപയോഗിക്കണമെന്നില്ല. നമ്മൾ ഐ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പിന്നെ അതർ പേഴ്സൺ മനസ്സിലാവും ആള് ഇൻട്രസ്റ്റഡ് ആണോ, ഞാൻ പറയുന്നതിൽ ഇൻട്രസ്റ്റഡ് ആണോ. അപ്പം ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാം. അത് എന്താണ്, ഒരു നോൺ വെർബൽ ക്യൂ ആണ്. ഓക്കെ, ഒരു ബോഡി ലാംഗ്വേജ്. ഓക്കെ, ഫേഷ്യൽ എക്സ്പ്രഷൻ, അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ആൻഡ് ടോൺ ഓഫ് വോയിസ് ആർ എക്സാമ്പിൾസ്. അതും നോൺ വെർബൽ ക്യൂക്ക് എക്സാമ്പിൾ ആണ്. ജസ്റ്റേഴ്സ് ആൻഡ് പോസ്ചർ. ജസ്റ്റേഴ്സ് ആൻഡ് പോസ്ചർ. പോസ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന രീതി. ഓക്കെ, ചിലപ്പോൾ നമ്മൾ കുഞ്ഞു നിൽക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ താടിക്ക് കൈ കൊടുത്ത് നിൽക്കുകയാണെങ്കിലോ നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ലാതെ മനസ്സിലാവും. ഓക്കെ, ബെൻഡായിട്ട് നിൽക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ നേരെ നിവർന്ന് നിൽക്കുകയാണെങ്കിൽ ഓക്കെ, ആ ഒരു റൈറ്റ് പോസ്ചറാണ്. ഇനി നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫീഡ്ബാക്ക്, ഗിവ് എക്സാമ്പിൾസ്. അപ്പൊ അതിൽ രണ്ട് തരം ഫീഡ്ബാക്കുകളെ കുറിച്ചാണ് വരുന്നത്. ഒന്ന് വെർബൽ ഫീഡ്ബാക്ക് ആൻഡ് നോൺ വെർബൽ ഫീഡ്ബാക്ക്. ഓക്കെ, വെർബൽ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകളാണുള്ള കമ്മ്യൂണിക്കേഷൻ, ഓക്കെ എന്ന് പറയുന്നത്. നോൺ വെർബൽ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തലയാട്ടാം, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ.
നോഡിങ്. ഓക്കെ, നോഡിങ് എന്നുള്ള സമ്മതിക്കുക, തലയാട്ടുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, ബോത്ത് ഷോ യു ആർ ലിസണിങ്, രണ്ടും നമ്മൾ ലിസൺ ചെയ്യുന്നു എന്നുള്ള സിംറ്റംസ് ആണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇനി നമുക്ക് ചാപ്റ്റർ 2 നോക്കാം, പബ്ലിക് സ്പീക്കിംഗ് ഫോർ സക്സസ്. സോ ഇത് ഡെയിൽ കാർനെഗിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ അവര് 4 സ്പീച്ച് ടെംപ്ലേറ്റുകൾ ആണ് കൊടുക്കുന്നത്. ഈ 4 ടെംപ്ലേറ്റുകളിൽ ഏത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പവർഫുൾ ആയിട്ടുള്ള സ്പീച്ച് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ അതിലുള്ള 4 ടെംപ്ലേറ്റ്സ് ആണ്. ഒന്നാമത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞത് ഇല്ലസ്ട്രേഷൻ പോയിന്റ് ആക്ഷൻ, അതായത് ഒരു സ്റ്റോറി വെച്ച് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം, സ്റ്റോറി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് ആ ഒരു പോയിന്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ തീം എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ ഓഡിയൻസിന് ഒരു ആക്ഷൻ ഡിമാൻഡ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം സൊല്യൂഷൻ ആക്ഷൻ. ആദ്യം എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം പ്രസന്റ് ചെയ്യാം, അതിനുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുക. ഓക്കെ, ബൈ വേർഡ്സ് ആൻഡ് കോൾ ഫോർ ആക്ഷൻ. അപ്പൊ അതിന് എന്തൊക്കെ പ്രതിവിധികളാണ് നമ്മൾ എടുക്കേണ്ടത് ഓഡിയൻസിനോട് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ അത് ആക്ഷൻ മീൻസ് ആ ഒരു സൊല്യൂഷൻ ഓഡിയൻസിനും കൂടി എന്താണ്, പ്രാക്ടിക്കൽ ആണോ, അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നും പിന്നെ കിട്ടുന്നുണ്ടോ, അവർക്ക് കൂടി സമ്മതമാണോ എന്നുള്ള ആ ഒരു കാര്യം. ദെൻ തേർഡ് ടെംപ്ലേറ്റ് ആണ് അറ്റൻഷൻ, ക്രെഡിബിലിറ്റി, ആർഗ്യുമെന്റ്, ആക്ഷൻ. അതെന്ത് ചെയ്യുക, അറ്റൻഷൻ പിടിച്ചു പറ്റുക, അതായത് സ്പീച്ച് തുടങ്ങുമ്പോൾ അറ്റൻഷൻ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സെന്റൻസുകളൊക്കെ പറഞ്ഞിട്ട് ഓക്കെ തുടങ്ങുക എന്നുള്ളത്. ഇപ്പം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ ടച്ചിങ് ആയി തോന്നുന്ന ക്ലീശയായിട്ട് പറയുന്ന വാക്കുകൾ മാറ്റിയിട്ട് ഒന്നുകൂടി അവരെ അഡ്രസ് ചെയ്യുന്ന തരത്തിൽ, അവരുടെ ഒരു ക്രെഡിബിലിറ്റി കിട്ടുന്ന രൂപത്തിൽ നമ്മൾ പറയാം. അറ്റൻഷൻ, ക്രെഡിബിലിറ്റി, ആർഗ്യുമെന്റ് ആൻഡ് ആക്ഷൻ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ആർഗ്യുമെന്റ്, നമ്മുടെ ഒരു വാദം മുന്നോട്ട് വെക്കുക. ദെൻ ഓഡിയൻസിനോടുള്ള ആക്ഷൻ സീക്ക് ചെയ്യാറുള്ളത്. ആക്ഷൻ സീക്ക് ചെയ്യുക മീൻസ് പല പ്രസംഗങ്ങളും നമ്മൾ കേട്ടിട്ട് ഒരു ആക്ഷൻ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരും. ഓക്കെ, ഒരു ആക്ഷൻ പ്ലാൻ നമ്മുടെ മൈൻഡിൽ വരും. അതാണ് ഇവിടെ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അതിനനുസരിച്ച് പ്രവർത്തിക്കാറുണ്ട്. ഓക്കെ, ഒരു മോട്ടിവേഷൻ സ്പീച്ച് ആണെങ്കിൽ നമ്മൾ അതിങ്ങനെ കേട്ടിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും എന്താണ്, എംപ്റ്റി ആണ്. പക്ഷെ ഒരുപാട് ആക്ഷൻ പ്ലാനുകൾ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. പിന്നീട് ആക്ഷൻ എടുക്കാനാണ്. ഫോർത്ത് ടെംപ്ലേറ്റ് ആണ് ടോപ്പിക്, ഇമ്പോർട്ടൻസ്, എവിഡൻസ്, ആക്ഷൻ. ആദ്യം ആ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ എന്തുകൊണ്ടാണ് ഇത് റിലവന്റ് ആയിട്ടുള്ളതെന്ന് പറയാം, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ അതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള എവിഡൻസുകൾ, തെളിവുകൾ കൊടുക്കുക. പിന്നെ ആക്ഷൻ എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചില ഫാക്ടറികളോ അങ്ങനെയൊക്കെ നിലവിൽ വന്നാൽ, നമ്മുടെ നാട്ടിൽ വന്നാൽ, അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ആ ഒരു പ്രോബ്ലം പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ടോപ്പിക് പ്രസന്റ് ചെയ്യാം. പിന്നെ അവിടെ ഒരു സൊല്യൂഷൻ, സ്പീക്കർ പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സ്പീക്കർ അത് പുട്ട് ഫോർവേഡ് ചെയ്യാം, പ്രപ്പോസ് ചെയ്യാം. അത് ഓഡിയൻസിനും കൂടി അതെങ്ങനെ ഉണ്ടാവും, ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ, ഓക്കെ, എങ്ങനെയൊക്കെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ, ഓക്കെ, മാർച്ച് നടത്തണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ആസൂത്രണം ചെയ്യാവുന്നതാണ്. മൂവിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. First question, what 3 elements does Carnegie recommend using to fix your idea in audience mind for the purpose of persuasion? അപ്പോൾ ഓഡിയൻസിനെ ഒന്ന് പെർsuade ചെയ്യാൻ, പ്രേരിപ്പിക്കാൻ, കോൾ ഫോർ ആക്ഷൻ എന്തൊക്കെയാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്ന 3 എലമെന്റുകൾ എന്നാണ്. നേരത്തെ 4 ടെംപ്ലേറ്റുകളാണ് പറഞ്ഞത്. ഇവിടെ 3 എലമെന്റുകൾ എന്തിന്, ഓഡിയൻസിനെ ഉണർത്താൻ സഹായിക്കുന്ന. ഓക്കെ, ഒന്ന് എന്തൂസിയാസം, നമ്മൾ ആവേശത്തോടു കൂടി പറയണം, അല്ലെങ്കിൽ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അവർക്ക് തോന്നണം സ്പീക്കർക്ക്. ദെൻ ഫോഴ്സ്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഒന്ന് പിന്നെ കനത്തിൽ പറയണം എന്നുള്ളത്, ഫോഴ്സ്ഫുൾ ആയിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ റെപ്പിറ്റേഷൻ, നമ്മൾ പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത്. സോ ഈ 3 എലമെന്റ്സ് ആണ്, എന്തൂസിയാസം ആവേശം, അതുപോലെ തന്നെ ഫോഴ്സ്ഫുൾ ആയിട്ട് പറയാം, അസർട്ടീവ് ആയിട്ട് പറയാം, റെപ്പിറ്റേഷൻ. യൂസ് ദം ടു ഇംപ്രസ് യുവർ ഐഡിയ റിപ്പീറ്റഡ്ലി.
Second question, name 3 traditional appeals. Example ചോദിക്കാൻ സാധ്യതയുണ്ട്. Pathos, logos and ethos and state what each refers to. അപ്പൊ അദ്ദേഹം ഈ ഒരു സ്പീച്ച് പറയുന്ന കാര്യമാണ്. പാത്തോസ് എന്ന് പറഞ്ഞാൽ ഇമോഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, പാത്തോസ് ഹൈഫണിട്ട ഇമോഷൻ, ഓക്കെ, വികാരമായിട്ട്. അപ്പോൾ പലതരത്തിലുള്ള സ്പീച്ചുകളുണ്ട്. അതിൽ ചിലപ്പോൾ പാത്തോസ് ആണെങ്കിൽ ഇമോഷൻ, ഭയങ്കര ഇമോഷണലി നമ്മൾ ചാർജ് ആവുക, അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെ കരയിപ്പിക്കുന്ന സ്പീച്ചുകളാണ് പാത്തോസ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ ലോജിക്ക്, നമ്മളെ എന്ത് ചെയ്യാം, നമ്മളെ ചിന്തിപ്പിക്കണം, നമ്മുടെ ലോജിക്ക് കൂട്ടുന്ന, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സ്പീക്കേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ ലോജിക്ക് ഉണർത്തുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, പസിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഇതോസ് എന്ന് പറഞ്ഞാല് അതോറിറ്റിയെ മാനിക്കാൻ വേണ്ടി, ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ആ ഒരു എത്തിക്സിന്, അവരുടെ ആ ഒരു എത്തിക്സിനോട് സമന്വയിപ്പിക്കാൻ വേണ്ടി പറയുന്ന സ്പീച്ചസ്. They help persuade different type of listeners. Okay, അപ്പം പലതരത്തിലുള്ള ആ ഒരു ലിസണേഴ്സിനെ എന്ത് ചെയ്യും, ലിസണേഴ്സിന്റെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രേരിപ്പിക്കാൻ വേണ്ടി അവർ പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു സ്പീക്കേഴ്സിന്. അപ്പൊ ഇത് ഏത് തരത്തിലുള്ള ടെക്നിക്കും നമുക്ക് ഉപയോഗിക്കാം. ഒരു സ്പീച്ചിൽ തന്നെ 3 കടന്നു വരാം, അങ്ങനെയും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ 3 ട്രഡീഷണൽ അപ്പീൽസ് ചോദിച്ചാൽ ഇമോഷൻ, പാത്തോസ്, ലോഗോസ് ആൻഡ് ഇതോസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു കാർനെഗി what are the 2 main ways a speaker can prepare for their argument in a persuasive speech? Persuasive speech എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുന്ന ഒരു സ്പീച്ചാണ്. മറ്റുള്ള അവരുടെ എന്തെങ്കിലും മാറ്റങ്ങൾ, ചിന്താഗതിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള മോട്ടിവേഷൻ സ്പീച്ച് പോലൊക്കെ നമുക്ക് പറയാം. റിപ്പീറ്റഡ്ലി ഇംപ്രസ് യുവർ ഐഡിയാസ് ഓൺ ദ ഓഡിയൻസ്. നമ്മൾ ഐഡിയാസ് പറയുമ്പോൾ അവരെന്ത് ചെയ്യണം, അവരിൽ ഇങ്ങനെ ഒരു ആവേശം വരണം. ഓൾസോ ആക്റ്റീവ്ലി അഡ്രസ് എനി ഡൗട്ട്സ് ഓർ ഒബ്ജെക്ഷൻസ്. അതുപോലെ തന്നെ അവരോട് ചോദിക്കണം, ഈ ഞാൻ പറഞ്ഞ കാര്യമെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ. സ്പീച്ച് ആകുമ്പോൾ കുറെ ഓഡിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. എന്നാലും ചില നേരത്തെ ഒബ്ജെക്ഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കൈകൾ ഉയർത്താൻ, ഹാൻഡ് റൈസ് ചെയ്യാൻ പറയാം. So moving on to the next slide. Fourth question, what are the 2 examples of personal motivations a speaker can appeal to when trying to move people to action? ഓഡിയൻസിന് ആ ഒരു സ്പീച്ച് കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്ന് അവരെ മനസ്സിലാക്കിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന് പേഴ്സണൽ ഗെയിൻ, അവർക്ക് നേട്ടമുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സേഫ്റ്റി, അവരുടെ സുരക്ഷ. ദെൻ ഹാപ്പിനെസ്, സെൽഫ് എസ്റ്റീം, അവരുടെ ആ ഒരു സമൂഹത്തിലെ അവരുടെ സ്ഥാനം, അവരുടെ സ്റ്റേറ്റസ് വർദ്ധിപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളത്, അതൊക്കെ അവർക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, what are the 3 essential components that Carnegie states every speech needs? അതായത് എല്ലാ സ്പീച്ചുകളിലും വേണ്ട 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഓപ്പണിംഗ്. ഒരു എസ് ചെയ്താണെങ്കിൽ ക്ലിയർ ഓപ്പണിംഗ് വേണം, മിഡിൽ വേണം, എൻഡ് വേണം. അതുപോലെ തന്നെ ക്ലിയർ ഓപ്പണിംഗ് വേണം, ഫോക്കസ്ഡ് ത്രൂ ലൈൻ. പിന്നെ കൃത്യമായിട്ടുള്ള ഒരു മിഡിൽ വേണം. അതിൽ കുറച്ചൊരു ട്രജക്ടറി ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചൊരു ഫോഴ്സ്ഫുൾ ആയിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ശരിക്കും മിഡിൽ ഭാഗം എന്ന് പറയുന്നത്. ദെൻ സ്റ്റിയറിംഗ് കൺക്ലൂഷൻ, ഒരു മെസ്സേജോടുകൂടി എൻഡ് ചെയ്യും. These give structure. Sixth question, what methods does Carnegie suggest a speaker should use for exploring different ways of arranging ideas of their speech before transcribing and editing? ഇത് നമ്മൾ പ്രീ സ്പീച്ച് ആണ്, അതായത് സ്പീച്ചിന് മുന്നേ സ്പീക്കർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു സ്പീച്ച് ഡെലിവറി ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒരു സ്പീക്കർ ചെയ്യേണ്ട കാര്യങ്ങളാണ് വന്നത്. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു അവബോധം നമുക്ക് ഉണ്ടാക്കി വെക്കാം. എന്റെ ആൻസർ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഡിക്റ്റേറ്റ് യുവർ സ്പീച്ച് അലൗഡ് ഇൻ ടു വോയിസ് റെക്കോർഡ്. എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള മെന്റൽ ഇമേജ് നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യണം. പിന്നെ ഡിക്റ്റേറ്റ് യുവർ സ്പീച്ച് അലൗഡ് ഇൻ ടു വോയിസ് റെക്കോർഡ്. മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് നോക്കുക, കുറച്ചൊക്കെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കുക എന്നുള്ളത്. ദെൻ ട്രാൻസ്ക്രൈബ് ആൻഡ് എഡിറ്റ് ദ ബെസ്റ്റ് വേർഷൻ. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ നമ്മൾ തിരഞ്ഞെടുക്കാം. എങ്ങനെയൊക്കെ നമുക്ക്
ഓഡിയൻസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ കഴിയും, അവരുടെ ചിന്താഗതി മാറ്റം വരുത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നു. So moving on to the next slide. What is the third of 3 rules for using your memory effectively recommended by Carnegie? ഇപ്പോൾ മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, പ്രാക്ടീസ് ബൈ റെപ്പിറ്റീഷൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു മെമ്മറിയിലേക്ക് വേർഡ്സ് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇമേജസ് കടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താം. ദിസ് വേസ് ക്ലിയർ മെന്റൽ പാത്ത് ലൈക്ക് വാക്കിംഗ് ദ സെയിം ട്രെയിൽ. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ അഡ്രസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പാത്തിലൂടെ തന്നെ, ഓക്കെ, നമ്മൾ നടന്ന വഴിയിലൂടെ തന്നെയാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് പിന്നെ ഓൾറെഡി റിഹേഴ്സ് ചെയ്തതുകൊണ്ട്, ഒരു സോങ്ങിന് റിഹേഴ്സ് ചെയ്യുന്നതിന് മുന്നേ, സോങ് കോമ്പറ്റീഷന് റിഹേഴ്സ് ചെയ്യുന്നതിന് മുന്നേ, പിന്നെ ഒരു സ്റ്റേജിലേക്ക് വരുന്നതിന് മുന്നേ സിംഗർ എന്ത് ചെയ്യുന്നു, അത് പലതവണ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ അത് പിന്നീട് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്താ ചെയ്യുന്നു, അവര് പിന്നെ ഒരു പുതുമയുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യില്ല. മീൻസ് പിന്നെ ആ ഒരു പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് പാട്ടുകൾ പാടാനും അതുപോലെ തന്നെ സ്പീച്ച് പറയാനൊക്കെ കഴിയും എന്നുള്ളത്. So 8th question, what recommendation does Carnegie give regarding the size of the stage or room for a speech? ഒരു സ്പീച്ചിന്റെ മുന്നേ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു. അതായത് പിന്നെ റൂം എങ്ങനെയൊക്കെ സജ്ജീകരിക്കണം. ഇപ്പോൾ വലിയ ഓഡിയൻസ് ആണെങ്കിൽ ലാർജ് ഓഡിയൻസ് ആണെങ്കിൽ വലിയ റൂം വേണം, ചെറിയ ഓഡിയൻസ് ആണെങ്കിൽ സ്മോൾ റൂം വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what 2 action does Carnegie suggest for a speaker to do right before their speech to get energized? അതായത് ഒരു സ്പീക്കർക്ക് നല്ല എനർജി കിട്ടണമെങ്കിൽ, നല്ല ഊർജം കിട്ടണമെങ്കിൽ സ്പീച്ചിന്റെ ഇടയിൽ അദ്ദേഹം ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം, മുന്നോടിയായിട്ട് എന്തൊക്കെ ചെയ്യണം? ഓക്കെ, ജമ്പ് അറൗണ്ട് ആൻഡ് ഷേക്ക് യുവർ ഫിസ്റ്റ് ഇൻ ദ എയർ. നല്ല ധൈര്യം കിട്ടാൻ വേണ്ടി, നല്ല എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, കൈയൊക്കെ ചൂണ്ടി, സ്റ്റേജിലല്ല പറഞ്ഞത്, അതിന്റെ പോകുന്നതിന് മുന്നേ നല്ല എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ മുഷ്ടി ചുരട്ടാന്ന് പറയും, ഫിസ്റ്റ് ഇൻ ദ എയർ. ഷേക്ക് യുവർ ഫിസ്റ്റ് ഇൻ ദ എയർ, ഫീൽ യുവർ കൺവിക്ഷൻസ് ആൻഡ് ലെറ്റ് ദം ഫയർ യു ഔട്ട്. നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക, അതുപോലെ നമ്മുടെ ഉള്ളിലൊരു ഫയർ കത്തി ബേൺ ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കും. Next question, to engage an audience right from the start, what is the primary advice Carnegie gives regarding how the speaker should feel and speak? തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഓഡിയൻസിന്റെ അറ്റൻഷൻ നമുക്ക് ഗ്രാബ് ചെയ്യണം. സോ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാൻ എന്താണ് അതിനുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞത്, ആർട്ടിഫിഷ്യാലിറ്റി ഒഴിവാക്കാൻ ഡീപ്ലി ഫീൽ വാട്ട് യു ഹാവ് ടു സേ. നമ്മുടെ ആ ഒരു ഫീലിംഗ് കൊണ്ടുവരാം. ദെൻ സ്പീക്ക് ഫ്രം യുവർ ഹാർട്ട്, നമ്മൾ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാം. നോട്ട് യുവർ ഹെഡ്, ആലോചിച്ച് സംസാരിക്കുന്നതിന് പകരം നമ്മുടെ ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഒരു ഹാർട്ടിൽ നിന്നുള്ള ഒരു വാക്കുകൾ വരും, ഹൃദയത്തിൽ നിന്നുള്ള വാക്ക്. ഓക്കെ. 11th question, what's the most effective way to begin and end a speech and why is storytelling so important in the middle? Okay, ബിഗിനിങ് അതുപോലെ തന്നെ മിഡിൽ, എൻഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സ്പീച്ചിനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് ബിഗിൻ ചെയ്യേണ്ടത്, എൻഡ് ചെയ്യേണ്ടത്? ബിഗിൻ വിത്ത് എ ഷാർപ്പ് പവർഫുൾ സെന്റൻസ്. ഓഡിയൻസിന് എന്ത് ചെയ്യണം, നമ്മൾ അറ്റൻഷൻ പിടിച്ചു പറ്റണം. അതിനിങ്ങനെ വളരെ ലേസി ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ പവർഫുൾ ആയിട്ട് പറയാം. ആൻഡ് ബൈ റീസ്റ്റേറ്റിംഗ് യുവർ മെയിൻ ആർഗ്യുമെന്റ്, നമ്മൾ തുടക്കത്തിൽ എന്താണോ പറഞ്ഞത് ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഡിഫ്ലക്റ്റ് ചെയ്യാതെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ സ്ട്രെസ് ചെയ്ത് വരാം. എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈമാറും. സ്റ്റോറി ടെല്ലിംഗ് ഇൻ ദ മിഡിൽ പ്രൊവൈഡ്സ് ഹ്യൂമൻ ഇൻട്രസ്റ്റ്. അപ്പം മനുഷ്യന് സ്റ്റോറി ടെല്ലിംഗ്, അതുപോലെ സ്റ്റോറി കേൾക്കുക, പറയുക എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് മേക്സ് ഇൻഫർമേഷൻ മെമ്മറബിൾ. അപ്പൊ ആ ഒരു സ്പീച്ചിന്റെ ഇടയിൽ ലോങ് സ്റ്റോറി അല്ല, ചെറിയ സ്റ്റോറികളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. So moving on to the next slide, third chapter reading skills ആണ്. എന്തൊക്കെയാണ് 6 essential comprehension skills എന്ന് പറയുന്നത്? കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ
ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. സോ മാറിപ്പോയത് റീഡിങ് ടെക്നിക്കുകളും കോംപ്രിഹെൻഷൻ സ്കിൽസും മാറിപ്പോയത്. 6 കോംപ്രിഹെൻഷൻ സ്കിൽസ് ആണ്. ഒന്ന് ഡീകോഡിങ്. ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മനസ്സിലാവുക അല്ലെങ്കിൽ എഴുതിയത് മനസ്സിലാവുക, ഡീകോഡ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ദെൻ ഫ്ലുവൻസി. ഫ്ലുവൻസി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാനുള്ള ഒരു പിന്നെ ക്വിക്കായിട്ട് ഒരു എന്താണ് സ്മൂത്ത്നെസ്, അതുപോലെ തന്നെ ഒരു ഒഴുക്കോട് കൂടി വായിക്കാനുള്ള മനസ്സിലാക്കാനുള്ള എബിലിറ്റി. മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഡീകോഡിംഗ് ആണ്. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ സ്പീഡ്, അതുപോലെ തന്നെ പിന്നെ ആക്യുറസി, ഇതൊക്കെ വേണം. വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേർഡ്സ്, അതിന്റെ മീനിങ്സ്, അതുപോലെ തന്നെ സെന്റൻസ് കൺസ്ട്രക്ഷൻ ആൻഡ് കൊഹിഷൻ. കൊഹസീവ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് ചെയ്യാം, നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഈസ്, ആമാർ, അതുപോലെ തന്നെ ബട്ട്, അതുപോലെ തന്നെ ഓൾസോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്പൈറ്റ് ഓഫ്. അപ്പൊ അതൊക്കെ കൊഹസീവ് ഡിവൈസസ് ആണ്. ഒട്ടിച്ചേർക്കാൻ, സെന്റൻസുകളെ ഒട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഓക്സിലറി വെർബുകൾ, നൗണുകൾ, അഡ്ജക്റ്റീവുകൾ, അഡ്വർബുകൾ, ഇതൊക്കെ അറിയുക എന്നുള്ളത്. ഇൻഫറൻസ്. ഓക്കെ, ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ വരികൾക്കിലൂടെ വായിക്കുക എന്ന് പറയാം. ഓക്കെ, ചില കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഓതർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ ഉള്ളത്. അപ്പം വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയും. ചില കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചത് ഓർത്തെടുക്കാനുള്ള കപ്പാസിറ്റിയാണ് റിട്ടൻഷൻ. ഒരു മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. ഇനി 4 റീഡിംഗ് ടെക്നിക്കുകളാണ്. ഒന്ന് സ്കിമ്മിങ്, രണ്ട് സ്കാനിങ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ ജിസ്റ്റ്. ഓക്കെ, ജിസ്റ്റ്. സ്കിമ്മിങ് ഈസ് റീഡിംഗ് ഫോർ ജിസ്റ്റ്. മീൻസ് നമ്മൾ ഒറ്റ നോട്ടത്തില് അല്ലെങ്കിൽ ജസ്റ്റ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു വായനയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയും. 2 റീഡിംഗ് ടെക്നിക്കുകളാണ് മെയിൻ ആയിട്ടുള്ള സ്കിമ്മിങ്ങും സ്കാനിങ്ങും. ഇന്റൻസീവും എക്സ്റ്റൻസീവും ഉണ്ട്. പുറമെ സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഫർമേഷൻ. നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ കിട്ടിയാൽ പിന്നെ അതിന്റെ ഹെഡ്ലൈൻസ് ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് സ്കിം ചെയ്ത് പോവാം. ഓക്കെ, സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഡീറ്റെയിൽസ്. ഇപ്പൊ നമ്മൾ എക്സാമിനൊക്കെ പഠിക്കുകയാണെങ്കിൽ സ്പെസിഫിക് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ പിന്നെ ന്യൂസ് പേപ്പറിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ഷൻ, അതൊക്കെ നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുക എന്നുള്ളതാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ വേണ്ടി വായിക്കുക എന്നുള്ളതാണ്. ദെൻ ഇന്റൻസീവ് റീഡിംഗ് ഉണ്ട്, എക്സ്റ്റൻസീവ് റീഡിംഗ് ഉണ്ട്. ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. ഓക്കെ, ICU എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. തീവ്രമായിട്ട് വായിക്കുക. ഇപ്പൊ നമ്മള് എന്താണ് IAS, അതുപോലെ തന്നെ പിന്നെ മെഡിക്കൽ എക്സാംസ്, ഓക്കെ, നമ്മുടെ എക്സാംസ്, ഓക്കെ, എല്ലാത്തിനും വേണ്ടി നല്ല ഇന്റൻസീവായിട്ട്, ഓക്കെ, ഒരു വാക്ക് പോലും മിസ്സാവാം അങ്ങനെ ഇന്റൻസീവ് റീഡിങ്, അല്ലെങ്കിൽ കെയർഫുൾ വേർഡ് ബൈ വേർഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. ഓക്കെ, ഓരോ വേർഡും. എക്സ്റ്റൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എൻജോയ്മെന്റ്. ഇപ്പൊ നോവൽസ് ഒക്കെ വായിക്കുക എൻജോയ്മെന്റിന് വേണ്ടി, സ്റ്റഡി പർപ്പസ് അല്ലാതെ നമ്മുടെ ഒരു നേരം പോക്കിന് വേണ്ടി. അതാണ് എക്സ്റ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. ഇതില് പറയുന്നത്, ഇതില് നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നല്ല റീഡിംഗ് സ്കിൽസിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഒന്നാമത്തത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഗുഡ് റീഡിംഗ് സ്കിൽസ് ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. പരന്ന വായനയുള്ള ഒരാൾക്ക് നല്ല ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവുണ്ടാവും. അതുപോലെ തന്നെ ഓവറോൾ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടും എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ. നമുക്ക് മനസ്സിലായി, ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് എ ടെക്സ്റ്റ് ആൻഡ് ഇറ്റ്സ് ഇന്റൻഡഡ് മീനിങ്. അതിന്റെ മീനിങ് മനസ്സിലാക്കാനുള്ള എബിലിറ്റി. ഇറ്റ് ഗോസ് ബിയോണ്ട് ജസ്റ്റ് റീഡിംഗ് ദ വേർഡ്സ്. ഓക്കെ, വാക്കുകൾ ഇങ്ങനെ വായിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല, അത് നമുക്ക് മനസ്സിലാവുക എന്നുള്ള റീഡിംഗ് കോംപ്രിഹെൻഷനിൽ പെട്ടതാണ്. In what ways does, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, in what ways does reading comprehension go beyond merely reading the words? നേരത്തെ പറഞ്ഞത് തന്നെയാണ്, it involves reading unfamiliar words. ഇപ്പൊ ചില വേർഡ്സ് നമ്മൾ പഠിക്കാത്തതായിരിക്കും. ഓക്കെ, എന്നാലും നമ്മൾ ഗസ് ചെയ്യണം ആ ഒരു വേർഡിന്റെ മീനിങ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു ക്വസ്റ്റ്യന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, in what ways does reading comprehension go beyond merely reading the words? ഓക്കെ, വേർഡ്സ് ഇങ്ങനെ വായിച്ചു പോവുക എന്നതിലുപരി റീഡിംഗ് കോംപ്രിഹെൻഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. സോ ഡീകോഡിങ് അൺഫെമിലിയർ വേർഡ്സ്, അതായത് സ്ട്രേഞ്ച് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ ഡീകോഡ് ചെയ്യാം. അതുപോലെ തന്നെ യൂസിങ് പ്രയർ നോളജ്. പ്രയർ നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങൾ. ഇപ്പോൾ പുതിയൊരു ആർട്ടിക്കിൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്, അതിന് നമ്മൾ പഠിച്ചു വെച്ച ചില വേർഡ്സ് ഉണ്ടാവും. പിന്നെ
പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പ്രയർ നോളജ് എന്ന് പറഞ്ഞാൽ ബിഫോർ നോളജ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഐഡന്റിഫൈ ദ മെയിൻ ഐഡിയ. അതുപോലെ തന്നെ ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തത് മെയിൻ ഐഡിയ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മൾ വേർഡ്സ് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, വാക്കുകളെ അർത്ഥമൊക്കെ. പക്ഷെ അത് വേറൊരു സന്ദർഭത്തിൽ കോണ്ടെക്സ്റ്റിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അത് നമ്മുടെ ഒരു എബിലിറ്റിയാണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് മേക്കിംഗ് ഇൻഫറൻസസ് ആൻഡ് ഡ്രോയിങ് കൺക്ലൂഷൻസ്. നമ്മൾ എന്ത് ചെയ്യാം? ഇൻഫർ ചെയ്യാം, ഗസ് ചെയ്യാം, അതുപോലെ തന്നെ കൺക്ലൂഷൻസ്. Then fourth question, list the skills necessary for developing reading comprehension. എന്തൊക്കെ ആണ് 4 സ്കില്ലുകൾ? സോറി, 4 സ്കില്ലുകളല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ സ്കിൽസ് നെസസറി ഫോർ ഡെവലപ്പിംഗ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള 4 സ്കില്ലുകൾ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില സ്കിൽസ് ആണ്. ഒന്ന് ഡീകോഡിംഗ്, ഫ്ലുവൻസി, വൊക്കാബുലറി, സെന്റൻസ് കൺസ്ട്രക്ഷൻ, ഓപ്ഷൻ. അതൊക്കെ പഠിച്ചു വെക്കാം. വൊക്കാബുലറിയെ കുറിച്ച് പദസമ്പത്ത് ഉണ്ടാവാം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇൻഫറൻസ്, റിട്ടൻഷൻ, മെമ്മറി പവർ കൂട്ടാം. ദീസ് 6 സ്കിൽസ് ആർ എസെൻഷ്യൽ. ഇതിനൊക്കെ പ്രാക്ടീസ് നിർബന്ധമാണ്. So fifth question, differentiate between phonemic and phonological awareness. So നമുക്കറിയാം, ഫോണോളജി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫോണിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സൗണ്ടുകളെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, അപ്പോൾ ഫോണീമിക് എന്ന് പറഞ്ഞാൽ പിന്നെ അതായത് ഇംഗ്ലീഷിൽ 44 ആൽഫബറ്റ്സ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഈ സൗണ്ടിന് 44 ആൽഫബറ്റ്സ് ഉണ്ട്. കോൺസണൻസ്, വവൽസ്, ഇങ്ങനെ പറഞ്ഞു. അ, ആ, ഇ, ഈ, ഉ, എ, മലയാളത്തിലുള്ളതുപോലെ തന്നെ പല സൗണ്ടുകൾ ഉണ്ട്. അപ്പൊ ആ സൗണ്ടുകളെ കുറിച്ചുള്ള ഒരു അവബോധം, അതിനാണ് നമ്മൾ ഫൊണീമിക് എന്ന് പറയാം. ഫൊണോളജിക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അത് എവിടെയൊക്കെ ഉപയോഗിക്കണം, കോൺസണന്റ് ആണോ, വവലാണോ, ഡിഫ്തോങ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം, അതിന്റെ റൂൾസ്. മറ്റേത് സൗണ്ടുകൾ. ഓക്കെ, ബ്രോഡർ ആണ് ഫൊണോളജിക്കൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫൊണോളജി അല്ലെ, നമ്മളറിയാം ജിയോളജി എന്നൊക്കെ പറയുന്നത്. ഫൊണോളജി എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ശരിക്കും, സൗണ്ടുകളെ കുറിച്ചുള്ള. അപ്പൊ അതിന്റെ സൗണ്ട് പാറ്റേൺസ്, സിലബിൾസ്, റൈമുകൾ, ഇതൊക്കെ അറിയാന്നുള്ളത്. സിലബിൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺസണന്റിന്റെയും വവൽ സൗണ്ടിന്റെയും ഒരു ഒരു പേരിനെയാണ് നമ്മൾ സിലബിൾ എന്ന് പറയുന്നത്. അത് സിലബിൾ എന്താണെന്ന് ചോദിക്കൂല. ഹു ഈസ് എ ഫ്ലുവന്റ് റീഡർ? ഫ്ലുവന്റ് റീഡർ അത് ജനറൽ ആയിട്ട് നമുക്ക് എഴുതാം. ഫ്ലുവന്റ് റീഡർ റീഡ്സ് സ്മൂത്ത്ലി ആൻഡ് ക്വിക്ക്ലി. അല്ലെ, നല്ല ക്വിക്കായിട്ട് റീഡ് ചെയ്യും. റെക്കഗ്നൈസിങ് സൈറ്റ് വേർഡ്സ് ഓട്ടോമാറ്റിക്കലി, വേർഡുകളൊക്കെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. യു ക്യാൻ ഫോക്കസ് ഓൺ മീനിങ്, ടോൺ ആൻഡ് എക്സ്പ്രഷൻ. ഓക്കെ, വായിക്കുമ്പോൾ തന്നെ ആ ഒരു ടോൺ നമുക്ക് കിട്ടും, എക്സ്പ്രഷൻ നമുക്ക് കിട്ടും എന്നുള്ളത്. 7th question, identify the 2 reading strategies for vocabulary growth. 2 റീഡിംഗ് സ്ട്രാറ്റജീസ് ആണ് ചോദിച്ചത്. ഒന്ന്, മെയിൻറ്റെയിനിങ് വേർഡ് ലിസ്റ്റ് ആൻഡ് ലേണിംഗ് ആന്റണിം ആൻഡ് സിനോണിംസ്. ദീസ് സ്ട്രാറ്റജീസ് ഹെൽപ്പ് എക്സ്പാൻഡ് വൊക്കാബുലറി. 2 സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ സിനോണിംസ്, ആന്റണിംസ്, നമുക്കറിയാം പര്യായപദങ്ങൾ, ഓപ്പോസിറ്റ് പദങ്ങൾ, ഇതിനൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ നമുക്ക് മെച്ചപ്പെടുത്താവുന്നതാണ്. So moving on to the next slide. Why does it mean to make inferences and why is it crucial? ഇപ്പോൾ നമ്മൾ ഗസ് ചെയ്യുക, ഇൻഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗസ് ചെയ്യാം. നമുക്ക് വേർഡുകൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫർ ചെയ്യണം. 2 രീതിയിൽ നമ്മൾ ഇൻഫർ ചെയ്യും. ഒന്ന്, വേർഡുകൾ കിട്ടിയില്ലെങ്കിൽ എല്ലാ വാക്കുകളും ചിലപ്പോൾ നമുക്ക് അറിയലുണ്ടാവില്ല. ഡിക്ഷണറിയിൽ പല വേർഡ്സും പുതിയതായിട്ട് വരും. ഓക്കെ, എത്ര പഠിച്ച ആളാണെങ്കിലും പുതിയ വേർഡ്സ് വരും. സോ അതിന് നമ്മൾ ഇൻഫർ ചെയ്യുക, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ മീനിങ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ വരികൾക്കിടയിലൂടെ വായിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടി ഗസ് ചെയ്ത് എന്നുള്ള ഒരു സാധനം, റീഡിങ് ബിറ്റ്വീൻ ലൈൻസ്. അത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നോളജ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 9th question, സ്കാനിങ് എന്താണെന്നുള്ളത്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി നേരത്തെ, സ്പെസിഫിക് ഇൻഫർമേഷൻ തേടിക്കൊണ്ടുള്ള ഒരു വായനയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെയിം, ഡേറ്റ് അല്ലെങ്കിൽ ഫാക്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തേടുന്നതിന് വേണ്ടി
നമ്മൾ വായിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ന്യൂസ് പേപ്പറിലെ പിന്നെ ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും ക്രിക്കറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ സ്പോർട്സ് പേജ് മറിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്ലെയർ അദ്ദേഹം ഇത്ര റൺ എടുത്തു എന്നുള്ളൊരു സ്പെസിഫിക് ഇൻഫർമേഷൻ ആ ഒരു ഇതറിയാൻ വേണ്ടി ആ ഒരു കൗണ്ട് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ലൈനിലേക്ക് മാത്രം നോക്കുന്നു. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വായിക്കുക എന്നുള്ളത് അതാണ് സ്കാനിങ് എന്ന് പറഞ്ഞത്. അതുമല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർ ക്ലാസ് റൂമിൽ വന്നുകൊണ്ട് ന്യൂസ് പേപ്പർ തരാണ്, എന്നിട്ട് നിങ്ങളോട് പറയാണ് ഒരു 10 ലൈൻസ് ഉണ്ട്, 10 ലൈൻസ് ഉള്ള ഒരു ടെക്സ്റ്റ് തരാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് എല്ലാവരിലേക്കും അതിന്റെ സോഫ്റ്റ് കോപ്പി പ്രൊവൈഡ് ചെയ്തു. എന്നിട്ട് ആ ഒരു ടെക്സ്റ്റിലെ പിന്നെ എനർജിക്ക് സിനണിമായിട്ട് വരുന്ന ഒരു പദം ആ ഒരു 10 ലൈനിന്റെ ഉള്ളിലുണ്ട്, അത് കണ്ടെത്താൻ വേണ്ടി. അപ്പൊ അത് സ്പെസിഫിക് ഇൻഫർമേഷൻ, അത് സ്കാനിങ് ആണ് ശരി. So moving on to the next slide, last slide of this module, last slide അല്ല, last chapter of first module. 4ാമത്തെ ചാപ്റ്റർ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള 7 സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തത് റിവ്യൂ ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് ബേസിക്സ്. നമ്മൾ എന്ത് ചെയ്യാം, ഗ്രാമർ റിവ്യൂ ചെയ്യാം, സ്പെല്ലിംഗ് ബേസിക്സ് ഒക്കെ പഠിക്കുക എന്നുള്ളത്. ഗ്രാമറും സ്പെല്ലിംഗ് പഠിക്കാം. രണ്ടാമത്തത് റീഡ് വാട്ട് യു വാണ്ട് ടു റൈറ്റ്. നമ്മളിപ്പോ എസ് ആണ് എഴുതാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് മുന്നേ ഒരു എസ് എഴുതി നോക്കും. ഇപ്പൊ എക്സാമിന് പിന്നെ ഏതെങ്കിലും ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഉറപ്പുള്ളത് എസ് എ ക്വസ്റ്റ്യൻ. അപ്പൊ അത് അതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം എഴുതി. മൂന്നാമത്തത് പ്രൂഫ് റീഡ്. നമ്മളെ തന്നെ ഇപ്പോൾ പല ഓൺലൈൻ സൈറ്റുകളുണ്ട്, പ്രൂഫ് റീഡ് ചെയ്യാം. മീൻസ് നമ്മൾ എഴുതിയത് ശരിയാണോ, അതല്ലെങ്കിൽ പ്രൂഫ് റീഡിങ്ങിന് ഒന്നെങ്കിൽ ഓൺലൈൻ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് അതിൽ വിവരമുള്ള ആളുകളുമായി മീൻസ് ഒന്നുകൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നെസസറി ആയിട്ടുള്ള ചില ചേഞ്ചസ് വരുത്തുക എന്നുള്ളത്. ഇപ്പൊ കമ്പ്യൂട്ടറിൽ ചില ടൂളുകളുണ്ട്, സ്പെൽ ചെക്ക്, ഗ്രാമർലി. നമ്മൾ ചില വേർഡിലൊക്കെ എന്തെങ്കിലും എഴുതിയാൽ ചിലപ്പോൾ അവിടെ റെഡ് ലെറ്റർ ഒക്കെ എഴുതാൻ അവിടെ ഗ്രാമർലി എന്നുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാം. 4 ഫീഡ്ബാക്ക് സീക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എന്ത് കാര്യം ചെയ്താലും നമ്മൾ ഫീഡ്ബാക്ക് ചോദിക്കണം, അല്ലെ, നമ്മുടെ കോച്ചസിനോട്, പേരൻസിനോട്, ടീച്ചേഴ്സിനോട്. ആസ്ക് എ ഫ്രണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ടിനോട്, ഫാമിലി മെമ്പർ, ടീച്ചറിനോട്. ഫിഫ്ത്ത്, തിങ്ക് അബൌട്ട് സ്ട്രക്ചർ. നമ്മൾ എസ് ചെയ്താണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ അങ്ങനെ പിന്നെ പ്ലെയിൻ സെന്റൻസുകൾ മാത്രം എഴുതാതെ അതിന്റെ ഒരു സ്ട്രക്ചർ, അവിടെ കൊട്ടേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെ ബിഗിൻ ചെയ്യണം, സ്ട്രക്ചർ മനസ്സിലാക്കാം. റൈറ്റ് ഓഫ്റ്റൻ, ഓഫൺ എന്ന് പറയാം, ഓഫ്റ്റൻ എന്ന് പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്യാം, എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ പിന്നെ നമ്മള് എഴുതാനുള്ള സ്റ്റേജസ്, ഇപ്പൊ എക്സാം ആണെങ്കിൽ എക്സാമിന് മാത്രം എഴുതാതെ ഇപ്പൊ ക്ലാസ് നോട്ടുകൾ എഴുതാം, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എഴുതി നോക്കാം. കീപ് എ ജേർണൽ, ബ്ലോഗ്, റൈറ്റ് ലെറ്റേഴ്സ് ഓർ ജോയിൻ എ വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താണ്, ജോയിൻ എ വർക്ക്ഷോപ്പ്. ഇപ്പൊ റൈറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുക, മീൻസ് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ഇനി 7th, നോ കോമൺ ഫിക്സസ്. അതായത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഫ്രീക്വൻസി വേർഡ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ വേർബുകൾ ഉണ്ടാവും. അതൊക്കെ പഠിക്കുക. അതേപോലെ തന്നെ ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില വേർഡുകൾ, ഇപ്പൊ റണ്ണിന് പകരമായിട്ട് നമ്മൾ സ്പ്രിന്റ് ഉപയോഗിക്കും, ബോൾട്ട് ഉപയോഗിക്കും. അവോയ്ഡ് പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് പരമാവധി ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേരി സെന്റൻസ് ലെങ്ത്, അതുപോലെ തന്നെ എക്സ്ട്രാ വേർഡ്സ് ഒക്കെ കട്ട് ചെയ്യാം. റീപ്ലേസ് ക്ലീഷേസ് വിത്ത് ഫ്രഷ് ഫ്രേസസ്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഉണ്ടാവും, കുറച്ചൊരു വെറൈറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ സെന്റൻസുകൾ ഇങ്ങനെ അതിന് ഫുൾ സ്റ്റോപ്പ് ഒക്കെ വേണം. നമ്മുടെ ചില ആളുകൾക്ക് എഴുതി ഇങ്ങനെ പിന്നെ ഒരുപാട് വരികൾ ഉണ്ടാവും, പക്ഷെ ഫുൾ സ്റ്റോപ്പ് ഒന്നും കാണാൻ പറ്റില്ല. ലാസ്റ്റ് ചിലപ്പോൾ ഒരു 8 ലൈൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇടയ്ക്ക് കൊടുക്കാറുള്ളത്. സോ നെക്സ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ സം സ്പെസിഫിക് കോമ്പണൻസ് ഓഫ് റൈറ്റിംഗ് സ്കിൽസ് മെൻഷൻ ഇൻ ദ ടെക്സ്റ്റ് ആൻഡ് വൈ ആർ ദി ഇമ്പോർട്ടൻറ്റ്? എന്തൊക്കെയാണ് റൈറ്റിംഗ് സ്കിൽസിന്റെ കോമ്പണൻസ്? ഗ്രാമർ, സ്പെല്ലിംഗ്, വൊക്കാബുലറി, സ്ട്രക്ചർ, ക്ലാരിറ്റി, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
and persuasiveness are key components that make your writing correct, clear and professional. നമുക്ക് നല്ല ഗ്രാമർ ഉണ്ടെങ്കിൽ, നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ കഴിയുമെങ്കിൽ, അതുപോലെ തന്നെ വൊക്കാബുലറി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. Then second question, how can reading regularly help someone improve their writing skills? നല്ലൊരു റീഡർക്ക് നല്ല എഴുതാൻ കഴിയും എന്ന് പറയുന്നതിന്റെ റീസൺ. റീഡിങ് ഷോസ് യു ഗുഡ് റൈറ്റിംഗ് ഇസ് സൗണ്ട്സ് ടു ലേൺ. നല്ല റീഡർക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല രീതിയിൽ എഴുതാൻ കഴിയും. ഹാൻഡ് റൈറ്റിംഗ് അല്ല ഉദ്ദേശിച്ചത്, പക്ഷെ കുറെ വേർഡ്സ് ഒക്കെ നമുക്ക് കിട്ടും. ഇറ്റ് നാച്ചുറലി ഇംപ്രൂവ്സ് യുവർ വൊക്കാബുലറി ആൻഡ് സെന്റൻസ് ഫ്ലോ. വൊക്കാബുലറി ഉണ്ടാവും, സെന്റൻസ് ഫ്ലോ ഉണ്ടാവും. Third question, what proofreading strategies are suggested in the text and how do they enhance the quality of writing? എന്തൊക്കെ പ്രൂഫ് റീഡിംഗ് ടെക്നിക്കുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്, എങ്ങനെയാണ് അത് നമ്മുടെ റൈറ്റിംഗ്സിന്റെ ക്വാളിറ്റി കൂട്ടുക. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അതായത് പ്രൂഫ് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനുള്ള വഴികൾ നമ്മൾ നേരത്തെ കണ്ടു. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ഒരു സ്റ്റോറി ചെയ്താണെങ്കിൽ, സ്റ്റോറി ഇങ്ങനെ കുറെ നേരം ഒരു 3 മണിക്കൂറൊക്കെ എഴുതി ഒരു 6 മണിക്കൂറൊക്കെ സ്റ്റോറി ചെയ്താണെന്ന് വിചാരിക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഇന്റർവെല്ലുകൾ എടുക്കുക, ഇടവേളകൾ എടുക്കുക. എന്തിന്? പിന്നെ അതായത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി. മീൻസ് നമ്മളെ തന്നെ എഴുതിയത് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ അപാകതകൾ വരാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ഷീണം വരുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് റൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു വരും. ഓക്കെ, ആ ഒരു എനർജി ഒക്കെ കുറഞ്ഞു വരും, ഫ്രഷ്നെസ് കുറഞ്ഞു വരും. അല്ലെ, നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ എടുക്കുന്ന ഒരു ഒരു വർക്ക് ആണെങ്കിൽ അതൊരു പിന്നെ ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ടയർഡ് ആയിട്ടുണ്ടാവും. സോ ആ ഒരു ഫ്രഷ്നെസ്, മോർണിംഗിലുള്ള ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. അതുപോലെ തന്നെ ആ റൈറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എഴുതിയത് ശരിയാണോ, നമ്മൾ പിന്നെ എഴുതിയതൊന്ന് റിവൈസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. റീഡ് അലോങ്, അതൊന്ന് ഉറക്കെ വായിച്ചു നോക്കാം. അതുപോലെ എക്സ്ട്രാ വേർഡ്സ് ഒക്കെ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഇന്റർവെല്ലുകൾ നമ്മൾ ചെയ്യേണ്ടത്. ഇന്റർവെല്ലുകൾ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത്. Then fourth question, according to the article, why is feedback an essential part of writing process? എന്തുകൊണ്ടാണ് ഈ ഫീഡ്ബാക്ക് റൈറ്റിംഗ് പ്രോസസ്സിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണെന്ന് പറയാൻ കാരണം ഫീഡ്ബാക്ക് ഷോസ് ഹൗ അതേഴ്സ് അണ്ടർസ്റ്റാൻഡ് യുവർ റൈറ്റിംഗ്. ചിലപ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ എഴുതിയത് പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ കുറച്ചുകൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളിനെ സമീപിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് മെച്ചം എന്ന് പറയുന്നത്. അല്ലെ, ഇനിയുള്ള റൈറ്റിംഗ്സിൽ, ഇനിയുള്ള സ്റ്റേജുകളിൽ നമ്മൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരും. അപ്പൊ അത് മറ്റുള്ള ആളുകൾ, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് തിരുത്താൻ കഴിയും, കറക്റ്റ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഹെൽപ്സ് യു ഫിക്സ് ഹിഡൻ മിസ്റ്റേക്സ് ആൻഡ് വീക്ക് പാർട്സ്. നമ്മളെവിടെയൊക്കെയാണ് വീക്ക്. നമ്മൾ ഒരു ഫുട്ബോൾ കളിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ കോച്ചിനോട് ചോദിച്ചാൽ കോച്ച് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ കളി കൃത്യമായിട്ട് വീക്ഷിക്കുന്ന ആളാണെങ്കിൽ കറക്റ്റ് പറഞ്ഞു തരും. സ്റ്റാമിന ആണോ അല്ലെങ്കിൽ ഫുട് വർക്ക് ആണോ, അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങൾ. റൈറ്റിംഗ് ആണെങ്കിൽ ഏത് ഭാഗത്താണ്, ഏത് ടെൻസ് ആണ് കൂടുതൽ വീക്ക്, അല്ലെങ്കിൽ പിന്നെ വൊക്കാബുലറിയിൽ വീക്ക് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്